സമൂഹമാധ്യമങ്ങളിൽ അപകീർത്തികരമായ പരാമർശം നടത്തുകയും ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തതിൽ പരാതിയുമായി കൊല്ലം സ്വദേശിനി ഖത്തറിൽ ജോലി ചെയ്യുന്ന ഫാത്തിമയാണ് പരാതിയുമായി രംഗത്തെത്തിയത്. അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സമൂഹമാധ്യമങ്ങളിൽ അപമര്യാദയായി പെരുമാറുകയും ഫോട്ടോ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുകയും ചെയ്തതിനെതിരെയാണ് കൊല്ലം സ്വദേശി ഇപ്പോൾ അജ്മാൻ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. കൊല്ലം സ്വദേശിയായ ഫാത്തിമയാണ് കാസർഗോഡ് സ്വദേശിക്കെതിരെ ഇത്തരമൊരു പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഫാത്തിമ ഇപ്പോൾ നമ്മോടൊപ്പമുണ്ട്. ശരിക്കും എന്താണ് സംഭവിച്ചത്? എൻ്റെ ഫാമിലിയും 4 വർഷത്തോളമായി ഖത്തറിൽ സെറ്റിൽഡാണ്. എൻ്റെ ഹസ്ബൻഡും ഞാനും എല്ലാമായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ ഹസ്ബൻഡിന് അവിടെ ബിസിനസ്സാണ്. എനിക്കവിടെ ഒരു കമ്പനിയിൽ എയർ കാർഗോയുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ എൻ്റെ ആഡും കാര്യങ്ങളും എൻ്റെ ജോബിന് സംബന്ധമായിട്ടൊക്കെയുള്ള ആഡ് അഡ്വർടൈസ്മെൻറ്റൊക്കെ ഞാൻ എൻ്റെ ടിക്ടോക്ക് ഐഡിയിൽ ഇടാറുണ്ട്, പോസ്റ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പോസ്റ്റ് ചെയ്യുന്നതിനിടയിൽ ഒരു ദിവസം ഒരു സൽമാൻ ഫൈസി എന്ന് പറയുന്ന ഒരു ഐഡിയും ഒരു സ്റ്റീഫൻ 1989 എന്ന് പറയുന്ന ഒരു ഐഡിയും പിന്നെ അനേകമായിരം ഐഡികൾ. അതിൽ കുറച്ച് ആളുകൾ കാസർഗോഡ് സ്വദേശികളും കുറച്ച് ആളുകൾ കൊല്ലം, തിരുവനന്തപുരം സ്വദേശികളുമാണ്. അപ്പോൾ ഇവർ ഈ സൽമാൻ ഫൈസി എന്ന് പറയുന്ന ഐഡി കടന്നു വരികയും ഞാനിടുന്ന ലൈവുകളിൽ താഴെ വന്ന് ഇങ്ങനെ ബാഡ് വേർഡ്സ് ഉപയോഗിക്കുകയും കേൾക്കാൻ കൊള്ളാത്ത രീതിയിലുള്ള ഭാഷയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുകയും അതിനുശേഷം അയാൾ എന്നോട് ഗസ്റ്റ് ഓപ്ഷൻ ആവശ്യപ്പെടുകയും ഞാൻ ഗസ്റ്റ് കൊടുക്കുകയും ചെയ്തു. അയാളെൻ്റെ ഗസ്റ്റിൽ കയറി വരികയും വളരെ എന്താ പറയുക, പറയാൻ പറ്റാത്ത ഭാഷയിലുള്ള തെറികൾ അയാൾ ഉപയോഗിക്കുകയും ഞാൻ ഇറക്കി വിടുകയും ചെയ്തു. ഇറക്കി വിട്ട് ഞാൻ അയാളെ മ്യൂട്ടടിച്ചു, ബ്ലോക്ക് ചെയ്തു. അത് ഒരുപാട് അയാൾക്ക് ദേഷ്യം വന്ന് അയാൾ അതിനുശേഷം എൻ്റെ പ്രൊഫൈലിൽ നിന്ന് ഞാനിടുന്ന വീഡിയോസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയാളുടെ ഐഡിയിൽ സൽമാൻ ഫൈസി എന്ന് പറയുന്ന ഐഡിയിൽ കൊണ്ടുപോയിടുകയും അയാളെ ഗ്രൂപ്പ് ഒരുപാട് ഇതിൽ കൂടെ ഒരുപാട് ഗ്രൂപ്പുണ്ട്. അവരെയൊക്കെ അതെല്ലാം ഫേക്ക് ഐഡികളാണ്. അവർക്ക് ഓൾറെഡി OG ID ഉള്ളതാണ്. അവരെല്ലാം ഗ്രൂപ്പായിട്ടിരുന്ന് അവർ ഇങ്ങനെ തെറിവിളികൾ സ്ഥിരമായിട്ട് തെറിവിളി തുടങ്ങി. എൻ്റെ ഫാമിലി പ്രശ്നങ്ങളുണ്ടായി, എല്ലാ പ്രശ്നങ്ങളായി, പള്ളി മഹല്ലിൽ വരെ അയാൾ ഇതെത്തിച്ചു. കൃത്യമായി അന്നേ പ്രശ്നം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെടുകയും അല്ലെങ്കിൽ അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടുകയും ഇതിനൊരു അവസാനം ഉണ്ടാക്കുകയും ചെയ്യാമായിരുന്നു. എന്താ അന്ന് പോലീസിൽ പരാതിപ്പെടാൻ? അതായത് പോലീസിൽ പരാതിപ്പെടുക എന്ന് വെച്ചാൽ ഇതൊന്നും നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ലല്ലോ. ഇത്തരം ഫേക്ക് ഐഡികൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. ഞാനിങ്ങനെ ഇങ്ങനെ അയാളുടെ ഐഡി മെൻഷൻ ചെയ്ത് ഞാൻ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്തത്. നിങ്ങളിപ്പോൾ അജ്മാനിലേക്ക് ഈ ഒരു ആവശ്യത്തിനായി ഇങ്ങോട്ട് UAE വരികയും പോലീസിൽ പരാതിപ്പെടുകയും ചെയ്തിട്ടുണ്ടല്ലേ? ഇതിന് പുറകിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടോ? ഇപ്പോൾ എന്താണ് ഈ കേസിൻ്റെ സ്റ്റാറ്റസ്? ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേസ് കൊടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. ഓൾറെഡി ഇന്നലെ ഒരാൾ അതിൽ സെക്കൻഡ് പ്രതിയായ സ്റ്റീഫൻ 1989 എന്ന് പറയുന്ന ID യൂസ് ചെയ്യുന്ന നിയാസ് ഇബ്രാഹിം എന്ന് പറയുന്ന തിരുവനന്തപുരംകാരനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ വിട്ടിട്ടില്ല. ശക്തമായ നടപടികളാണ് ഇപ്പോൾ അജ്മാൻ പോലീസ് സ്വീകരിച്ചു വരുന്നത്. ഒരാളെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുറത്ത് പറയാൻ ആളുകൾ മടിക്കുന്ന സാഹചര്യമാണ്, അല്ലെങ്കിൽ ഭയക്കുന്ന സാഹചര്യമാണ് ഇത്തരക്കാർ മുതലെടുക്കുന്നതെന്നാണ് ഫാത്തിമയുടെ അനുഭവം തെളിയിക്കുന്നത്. എന്തായാലും ഏതറ്റം വരെ നിയമപരമായി പോകുമെന്ന് തന്നെയാണ് ഫാത്തിമ പറയുന്നത്. ദുബായിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24.